ഈ എഴുതുമ്പോൾ പിന്നെ എല്ലാം ആന തന്നെ. നമ്മൾ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലൂടെ ആന പോകും. നിങ്ങൾ പോകുന്നൊരു ഇല്ല മാറിയിട്ടില്ല. മരണം വെച്ച സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ട്രോമയിലൂടെ കടന്നു വരുന്നു. കഥാപാത്രങ്ങളുടെ അവസ്ഥയായിരിക്കാം അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെറേറ്റീവ് ആയിരുന്നു മരണവശം. അപ്പോൾ എനിക്കിത് വായിക്കുന്ന സമയത്ത് മനുഷ്യനെ ആനയെ വന്നു, ആന മനുഷ്യനെ വന്നു. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് ഭ്രാന്തായിട്ടുണ്ടാവില്ലേ? അങ്ങനല്ല, അത് ആ നറേഷൻ അനുഭവം തന്നെയാണ്. അതെ, ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ പ്രശ്നം വരും. നമ്മൾ രാത്രി സ്വപ്നം കാണും, കുറെ മിത്ത്. അതെ 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 അതെ. ഈ എഴുതുമ്പോൾ പിന്നെ എല്ലാം ആന തന്നെ. മൊത്തം നമ്മൾ ഭയങ്കര സംഭവം. നമ്മൾ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലൂടെ ആന പോകും. നിങ്ങൾ പോകുന്നൊരു ഇല്ല മാറിയിട്ടില്ല. വീട്ടിൻ്റെ മുമ്പിലൂടെ അല്ല, നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, ചിലപ്പോൾ നമ്മളൊരു പോകുന്ന സ്ഥലത്തായിരിക്കും, ആ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ വലിയൊരു ആനേൻ്റെ ഇത് കാണും. ഇത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ യൂട്യൂബ് നോക്കുമ്പോൾ ആനകൾ തന്നെയായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഈ ആനയുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആനയെ കുറിച്ച് പഠിക്കാൻ സെർച്ച് ചെയ്യുമ്പോൾ അത് യൂട്യൂബ് മറ്റേ ഇതിനറിയാം, ഗൂഗിളിനറിയാം ഇവൻ ആനേൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ വരാം അങ്ങനെ സാധനം. പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ പലപ്പോഴും പോകുന്ന സമയത്ത് നമ്മൾ ഒന്നിൻ്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ അടുത്തേക്ക് വരും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ട്. അല്ല, എഴുതുമ്പോൾ അത്തരത്തിലുള്ള ഞാൻ ആ ഫുട്ബോളിൻ്റെ ആ ഭാഗമൊക്കെ എഴുതുമ്പോൾ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട് ഒരു 6-7 ദിവസം പ്രാന്ത് പിടിച്ചിട്ട് അത് എഴുതിയത്. കാരണം ആ ഒരു താലത്തിലേക്ക് കൊണ്ടുവരണ്ടേ. വെറും ഫുട്ബോൾ മാത്രം പോരല്ലോ. അപ്പോൾ അത് ഞാൻ കുറേ ആൾക്കാരോടൊക്കെ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ പഴയ ചരിത്രമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാനത് ഇത് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇത് നമ്മൾ ഫുട്ബോൾ മാത്രം എഴുതിയപ്പോഴാണ് അതിലേക്ക് നമ്മുടെ നോവലും കൊണ്ടുവരണം, ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട്. പിന്നെ ചരിത്രങ്ങളൊന്നും തെറ്റാൻ പാടില്ല. പിന്നെ ഇതിപ്പോൾ മിത്തും അല്ല, ഇതിപ്പോൾ രണ്ടും റിയാലിറ്റിയും മിത്തും എല്ലാം കൂടിയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ചരിത്രത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സാധനമല്ല. പക്ഷേ ചരിത്രപരമായിട്ടൊരു സാധനം പറയുമ്പോൾ അത് കറക്റ്റാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നാഗ്ജി ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ആ വർഷം തന്നെ കറക്റ്റായിട്ട് നമ്മൾ തെറ്റി കഴിഞ്ഞ പ്രശ്നമാണ്. ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാനിത് സത്യം പറഞ്ഞാൽ ഷാജി, ഇത് ഞാൻ പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഒരു 10-11 മാസം കൊണ്ട് എഴുതിയ നോവല. 11 മാസം കൊണ്ട് ഞാൻ എഴുതി തീർത്തു.